ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലീസ് കറികൾ. ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് ഒരു നാടൻ ലഞ്ച് റെസിപ്പി ആയിട്ട് കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിലും മതി. അടിപൊളി ലഞ്ച് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റും. നമുക്ക് മത്തങ്ങ കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ടായിരുന്നേ, അത് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് ചെറുപ്പയർ എടുക്കുക. ചെറുപ്പയർ മത്തങ്ങ കറി കേട്ടോ. ചെറുപ്പയർ നന്നായിട്ട് കഴുകിയിട്ട് ഇത് നമുക്ക് കുക്കറിലിട്ടിട്ട് വേവിക്കുക. ഈ കഷ്ണങ്ങൾ നമുക്ക് ഒരു പാത്രത്തിലിട്ടിട്ട് മൺപാത്രത്തിലിട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്തിട്ടെടുക്കാം. രണ്ടും കൂടി കുക്കറിലൊക്കെ ഇടാൻ പറ്റും, പക്ഷേ ഭയങ്കര വെന്ത് കുഴഞ്ഞു പോകും കേട്ടോ. അത് കാരണം കൊണ്ടാണ് സെപ്പറേറ്റായിട്ട് നമുക്ക് കുക്ക് ചെയ്തിട്ട് എടുക്കണമെന്നുണ്ട്. ഇതിൽ നമുക്ക് കടിക്കാൻ കുറച്ച് കഷ്ണങ്ങൾ കിട്ടണം കേട്ടോ. അത് കാരണം കൊണ്ടാണ്. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുക. മൂടി വെച്ച ശേഷം നമുക്ക് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കൂടി ഇട്ടിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുക. ഒരു 5 മിനിറ്റ് ഉണ്ടായാൽ മതി കേട്ടോ, കുക്കായി കിട്ടും. ഇനി നമുക്ക് ഈ ചെറുപ്പയർ ഒരു 1/4 കപ്പ് ഉണ്ടാവുള്ളൂ കേട്ടോ. ആ ചെറുപ്പയർ എടുത്തിട്ട് നമുക്ക് കുക്കറിൽ ഒരു വിസിലടുപ്പിക്കാം കേട്ടോ. ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഒരു വിസിൽ വരുമ്പോഴത്തേക്ക് കുക്ക് ചെയ്തിട്ടെടുക്കുക. അതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാത്രം കുക്ക് ചെയ്തിട്ടെടുത്താൽ മതി. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഒരു 1.5 കപ്പ് നാളികേരം ഇട്ട് കൊടുക്കുക. 1.5 കയ്യിൽ നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ച് കൊണ്ടുവരണം. പിന്നെ വേണമെങ്കിൽ ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ആദ്യം ഒന്ന് അരച്ച് കൊണ്ടുവരാം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്തെടുത്താൽ മതി. നല്ല പേസ്റ്റായിട്ട് കിട്ടണം. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ നല്ല മുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ മിസ്സായിട്ടുണ്ടായിരുന്നേ. കണ്ട, നമ്മൾ ചെറുപ്പയർ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എപ്പോഴും നമ്മൾ പയറും മത്തങ്ങ കറിയല്ലേ ഉണ്ടാക്കാറുള്ളത്. ഇനി ചെറുപ്പയർ വെച്ചിട്ടുണ്ടാക്കിനൊക്കെ അടിപൊളി ടേസ്റ്റിട്ടാണ്. അതേപോലത്തെ ഇത് കുറച്ച് ഗ്രേവി അല്ലാതെ തിക്കായിട്ട് എടുത്താൽ ചപ്പാത്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ഉണ്ടാവേ. ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം ഈ സമയത്ത് ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെന്ന് നോക്കാം കേട്ടോ. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണേ. നേരത്തെ അരച്ച് മാറ്റി വെച്ചില്ലേ നമ്മൾ നാളികേരം, ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. കഷ്ണം ഇങ്ങനെ കഷ്ണം എടുത്തിട്ട് നോക്കാം. വെന്തന്നെ ചെക്ക് ചെയ്യാം കേട്ടോ. കണ്ടോ, വെന്തിട്ടുണ്ട്, കുഴഞ്ഞു പോയിട്ടില്ല. അങ്ങനെ വേണം കേട്ടോ. ഇനി നമുക്ക് ഈ നാളികേരം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. നാളികേരത്തിൻ്റെ പച്ചമണം മാറുമ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ.
10 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ കറി റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റും. നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് ഗ്രേവിൻ്റെ സമയത്ത് തന്നെ നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കണം കേട്ടോ. ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഉപ്പ് എരിവ് എല്ലാം പാകമാണ് കേട്ടോ. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കിയാൽ നമുക്ക് ചോറിലൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ ലൂസായിട്ടുണ്ടാവും കേട്ടോ, ഗ്രേവി ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ നല്ല കട്ടിയായിട്ടുണ്ടാവും കേട്ടോ. ഇത് നോക്കിയിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയാൽ മതി. ഇത് നമുക്ക് ഇതിലേക്ക് ഇനി കാച്ചി വയ്ക്കാം കേട്ടോ. ഇനി ഒരു പാൻ വയ്ക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കടുകിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി സ്കിപ്പ് ചെയ്യാതെ ഇതിലേക്ക് ഒരു പിടി നാളികേരം ഇട്ട് കൊടുക്കണം കേട്ടോ. നാളികേരം ഇട്ട് കൊടുത്തിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവില്ലേ, ആ സമയം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഒരു പിടി മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് ഈ കൂട്ടാനിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവേ. ഇത് സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് ഇത് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് പപ്പടം ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് 2 പപ്പടം നമുക്ക് വേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ചമ്മന്തിയിലേക്ക് ഒരു പാൻ വയ്ക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. ഇതിലേക്ക് ഒരു 8-9 ചുവന്ന മുളക് ഇട്ടെടുക്കുക കേട്ടോ. ഞാൻ കുറച്ച് കൂടുതൽ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതാണ് മുളക് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. കുറച്ചാണെങ്കിൽ ഒരു 4 മുളക് എടുത്താൽ മതി കേട്ടോ. ഇതൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടണം. ഇനി ഇത് ഫ്രൈ ആയിട്ട് കിട്ടിയ ശേഷം നമ്മൾ ചെറിയുള്ളി ഇല്ലേ, ചെറിയുള്ളി 10-15 എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇനി നമുക്കിതിലേക്ക് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. പകുതി മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നല്ല പുളിയുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമുക്ക് ആദ്യം മുളകും ചെറിയുള്ളി ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാം. പിന്നെ 1 കപ്പ് നാളികേരം മാറ്റി വയ്ക്കുക സൈഡിലേക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. മുളകും പിന്നെ ചെറിയുള്ളി കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവരാം. നമുക്ക് ഇതൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്ന ശേഷം നമുക്ക് ആ മാങ്ങയുടെ കഷ്ണങ്ങൾ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് എല്ലാം മിക്സിയുടെ ജാറാണെങ്കിൽ ഇതെല്ലാം കൂടിയിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. കണ്ട എല്ലാം നമ്മൾ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നാളികേരം കേട്ടോ.
നാളികേരം ഇട്ടെടുത്തിട്ട് ഇതാക്കുക, മിക്സ് ചെയ്തിട്ട് കൊണ്ടുവരാം. അതെ, ഇങ്ങനെ ആവട്ടെ. അതിനുശേഷം നമുക്ക് ഏറ്റവും ലാസ്റ്റ് നമുക്ക് നമ്മൾ പപ്പടം അല്ലേ, അത് നമുക്ക് ഇങ്ങനെ പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. കണ്ട, നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇത്രയുള്ള കേട്ടോ. ഇതിന് അരൊന്നും ചെയ്യാൻ ആവശ്യമില്ല. അടിപൊളി ടേസ്റ്റാണേ. പുളിയും എരിവും നല്ല പാകമുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉണക്കമാന്തൽ ഇല്ലേ, അത് നമുക്കൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. ഉണക്കമാന്തൽ നാട്ടിലുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അച്ഛന് പിന്നെ നാട്ടിലേക്ക് പോയാൽ മാന്തലും എല്ലാ അരിപ്പൊടിയും എല്ലാം കൊടുത്തയക്കും കേട്ടോ. ഒരു പാന് വയ്ക്കുക, അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് മാന്തലെണ്ണ ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഇത്രയുള്ള കേട്ടോ, നമ്മൾ സിമ്പിൾ ലഞ്ച് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്തിട്ട് എടുക്കാം. ഇതിലേക്ക് കുറച്ച് ചമ്മന്തി എടുക്കാം. പിന്നെ നമുക്ക് അറിയാം, നമുക്കിതിലേക്ക് അരിച്ചെടുക്കാം. കണ്ട, കുറച്ച് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഗ്രേവി ഉള്ള സമയത്ത് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി എടുക്കാം. ഭയങ്കര കട്ടിയാവില്ല കേട്ടോ കറി.